ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം. അത് മൂലം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മൂലം നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ വളരെയധികം ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു കാലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കാനുള്ള വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മൂലം നക്ഷത്രം ധനു രാശിയാണ്. ധനു രാശിക്കാരായിരിക്കുന്നവർക്ക് ഇപ്പോൾ പൊതുവെ വ്യാഴം, അതായത് മൂലം നക്ഷത്രത്തിൻ്റെ രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം അത് അനിഷ്ടാവസ്ഥയിലാണ്, 6-ാമിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ ചില കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അതിൽ നിന്നെല്ലാം പുരോഗതി പ്രാപിക്കാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങൾക്ക് വിജയങ്ങളും വന്നു ചേരും. അതിൽ ഏറ്റവും പ്രധാനമാണ് കടം വീടുക. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ഒക്കെ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും നിരപരാധികളായിട്ടുള്ളവരെയൊക്കെ കേസിലൊക്കെ പെട്ടുകിടക്കുന്നവരുണ്ട്. മറ്റ് ഏതെങ്കിലും ശത്രുക്കൾ മുഖാന്തരം ചില കപട തന്ത്രങ്ങൾ പ്രയോഗിക്കുക മൂലം മാനസികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിലുമൊക്കെ പെട്ട് ജോലിക്ക് പോകാൻ പറ്റാതെയും മറ്റ് പല കാര്യങ്ങളും വസ്തു വിൽക്കാൻ പറ്റാത്തവരുണ്ട്. അതുപോലെ തന്നെ വിവാഹം നടത്താൻ പറ്റാത്തവരുണ്ട്. ആദ്യം വിവാഹം കഴിച്ചു, അത് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നിയാൽ അത് ഡൈവോഴ്സ് ചെയ്യുക. ഡൈവോഴ്സ് ചെയ്യാനായിട്ട് കൊടുത്താൽ എതിർ പാർട്ടിക്കാർ സമ്മതിക്കാതെ വരിക. അങ്ങനെയൊക്കെ ഉള്ള കേസുകളൊക്കെ ഈ വർഷം ഒത്തുതീർപ്പായി പെറ്റീഷനൊക്കെ പിൻവലിക്കുന്നതിനോ കേസ് വിട്ടുപോകുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതാണ് ഈ വർഷം ഈ മൂലം നക്ഷത്രക്കാർക്ക് ഉള്ള ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, യുവതികളായാലും യുവാക്കളായാലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട്. അതായത് ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ ബുധനും അതുപോലെ തന്നെ പ്രധാനമാണ് ഉപജയസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ 11-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രനുമൊക്കെ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കും. സ്വക്ഷേത്രത്തിലൂടെയും ഉച്ചക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന വർഷമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതം, പുതിയ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വിവാഹം കഴിക്കാത്തവർക്കും ഒക്കെ ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനോ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതിനും ഒക്കെ ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ഉത്തമമായ രീതിയിൽ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുക, സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് സംബന്ധിക്കുന്നിടത്തോളം പല രീതിയിലുള്ള ഗൃഹോപകരണങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അതൊക്കെ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു വർഷമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് വരുമ്പോൾ അത് ഭാഗ്യാധിപൻ കൂടിയാണല്ലോ ചൊവ്വായും. അതുപോലെ തന്നെ ആദിത്യനുമൊക്കെ, ചൊവ്വായും ആദിത്യനും മൂലം നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനാണ്, ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ. ആ ഭാഗ്യസ്ഥാനത്തു കൂടി ശുഭഗ്രഹങ്ങളും അതുപോലെ ശുഭഗ്രഹങ്ങൾ നല്ല രീതിയിൽ ശുഭസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുക. അങ്ങനെയുള്ള മാസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ചില PSC ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ, ഒരു PSC ടെസ്റ്റ് നല്ല റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്ന
ഇതിനൊക്കെ യോഗമുണ്ട്. വിവിധങ്ങളായ ജോലികൾ PSC മാത്രമല്ല, നിരവധി ടെസ്റ്റുകളുണ്ട് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ. ബാങ്കുകൾ നടത്തുന്നത്, ദേവസ്വം ബോർഡ്, അതുപോലെ മറ്റ് ILTS, MOH, വിദേശത്തൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, അതുപോലെ ഓരോ കോഴ്സുകൾ പാസ്സായിരിക്കുന്നവർക്കും തൊഴിലിന് വേണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ടെസ്റ്റുകൾ പാസ്സാകുന്നതിന് ഈ വർഷം യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. സ്വന്തം നാട് വിട്ടൊക്കെ കാര്യത്തിനായിട്ട് പോകുക. ഇപ്പോൾ വിദേശത്ത് തന്നെ പോകണമെന്നില്ല. നമ്മുടെ വീട് വിട്ട് ഒരു 50 കിലോമീറ്റർ അപ്പുറയോട്ടൊക്കെ പോയി വിദ്യാഭ്യാസം ചെയ്ത് പുതിയ കോഴ്സുകളൊക്കെ നല്ലത് മനസ്സിനിണങ്ങിയ രീതിയിൽ കിട്ടുന്നതിനും അഡ്മിഷൻ കിട്ടുന്നതിനും ചേരുന്നതിനും വിജയിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ആ തൊഴിലിന് അധിഷ്ഠിതമായിട്ട് യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ തൊഴിൽ പുരോഗതി വന്നു ചേരും. അതായത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. മറ്റൊരു കാര്യം, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിൽ സ്ഥാനം ബലവാനാണ്. തൊഴിൽ ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും വന്നു ചേരുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുന്നതിനോ അനിഷ്ട സ്ഥാനത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട്. അത് കാരണം മറ്റ് കുഴപ്പങ്ങളൊന്നും, നിയമപ്രശ്നങ്ങളോ മറ്റ് സഹപ്രവർത്തകരുടെയൊക്കെ നിസ്സഹകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കഴിവതും പരമാവധി ആത്മാർത്ഥതയോടുകൂടിയൊക്കെ വേണം ഈ തൊഴിൽ ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും പ്രധാനമാണ്. നല്ല പൊസിഷനോട് കൂടിയിരിക്കുന്ന, നല്ല സ്ഥാനമാനങ്ങളോട് കൂടിയിരിക്കുന്ന ഓഫീസർമാരായാലും, അതിന് താഴേക്ക് വന്നാൽ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നേഴ്സുമാർ, അല്ലെങ്കിൽ മറ്റ് സർക്കാർ ജീവനക്കാർ, ഗവൺമെൻറ് ജോലിക്കാരായിരിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, മറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നവരായാലും മറ്റുമൊക്കെ, പോലീസുകാരായാലും ഒക്കെ അത് സൂക്ഷ്മതയോടുകൂടി വേണം തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപാടുകാരുമായിട്ടുമൊക്കെ ഇടപെടുവാനായിട്ട്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. വിക്രമസ്ഥാനത്ത് ശനിയാണ് സ്ഥിതി ചെയ്യുന്നത്. വിക്രമസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില കപട തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ആയിട്ട് പറ്റിക്കുക, ശാരീരികമായി ക്ഷീണിപ്പിക്കുക, മനസ്സിനെ തളർത്തിക്കളയുക, അല്ലെങ്കിൽ കയ്യിലുള്ള ധനം വായ്പയായിട്ട് വാങ്ങിച്ചിട്ട് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെയുള്ള സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇടപാടുകാരുമായിട്ട് ഇടപെടുവാനായിട്ട്. സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില ചിലവുകൾ അധികം വന്നു ചേരുവാനായിട്ട് സൂചനയുണ്ട്. മാതാപിതാക്കൾക്ക് പൊതുവെ നല്ലതാണ്. എന്നിരുന്നാലും പ്രായമായ മാതാപിതാക്കളൊക്കെ ഉള്ളവർക്ക് ചില രോഗാവസ്ഥകളൊക്കെ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ല കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാഹിത്യകാരന്മാർ, ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികൾ, അത് ചിത്രരചന എന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ അനവധിയായ ഡിസൈനേഴ്സ്, അങ്ങനെ പണി ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ, അധ്യാപകർ, കൃഷിക്കാർ, മത്സ്യ വ്യാപാര ബന്ധനവുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന തീരദേശത്തൊക്കെ ഉള്ളവർക്കും ഈ കൊല്ലവർഷം 1200-ആം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേന് മൂലം നക്ഷത്രക്കാർക്ക് വളരെ അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. അതിന് പ്രധാനമായിട്ട് കൂടുതൽ അഭിവൃദ്ധിക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നാഗരാജ പ്രീതികരമായിട്ട് തൊട്ടടുത്തുള്ള നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.